بسم الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ടതും അതോടൊപ്പം തന്നെ വളരെ ചെറുതുമായ ഒരു അധ്യായം, അതാണ് സൂറത്തുൽ കൗസർ. ആ അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ഒരു പഠനം, അതാണ് നാം ഇവിടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്ന് ഇത് പൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ അധ്യായത്തിൻ്റെ എല്ലാ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാനും അവിടുത്തെ സഹായം നമുക്ക് കിട്ടാനും അല്ലാഹു ഈ അധ്യായം പരാമർശിക്കുന്നത് കാരണമാക്കി നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് നാമകമായി ദുആ ചെയ്യുക. നിങ്ങളുടെയൊക്കെ കയ്യിൽ മുസ്ഹഫുണ്ട്. ദീർഘമായി ഓതാനുള്ള അധ്യായമല്ല, എന്നാലും ഈ അധ്യായം ആമുഖത്തിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നായി ഓതി അതിൻ്റെ പഠനത്തിലേക്ക് കടക്കാമെന്ന് മനസ്സിലാക്കുക. അതുപോലെ അല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഈ അധ്യായം മക്കിയായ അധ്യായം. നേരത്തെ അതിൻ്റെ ആ പരാമർശത്തിൻ്റെ അർത്ഥഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അധ്യായത്തിലെ പ്രധാന പരാമർശങ്ങൾ ഉള്ളത്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. ഖുർആനിലെ ആദ്യ അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള പല അധ്യായങ്ങൾ തന്നെ പൂർണ്ണമായും ചില അധ്യായങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സൂക്തങ്ങളും എല്ലാം അള്ളാഹു അവന്റെ ഹബീബിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന്റെ പ്രയോഗങ്ങളായി നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ അതിനെക്കുറിച്ച് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. അതേ ഒരു അർത്ഥത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ അധ്യായത്തെയും അല്ലാഹു പരാമർശിക്കുന്നത്. ഇന്നാഅതൈനാകൽ കൗസർ, ചുരുങ്ങിയ രൂപത്തിൽ അതിന്റെ അർത്ഥതലം നാം അങ്ങേക്ക് നൽകി, കൗസർ നൽകി. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക നിങ്ങളുടെ റബ്ബിന്, വൻഹർ നിങ്ങൾ അറിവ് നടത്തുകയും ചെയ്യുന്ന സദഖയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് വിശദമായ ചർച്ച പറയാം. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, അങ്ങയോട് തീർച്ചയായും അങ്ങയോട് വിദ്വേഷം വെച്ചിട്ടുള്ള ആളുകൾ, ഹുവൽ അബ്തർ പ്രവാചകരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗത്തിനുള്ള മറുപടിയും കൂടെയായിട്ട്, ഹുവൽ അബ്തർ അവരുടെ തന്നെയാണ് വാലറ്റം മുറിഞ്ഞു പോകുന്നത്. ഇതാണ് ഈ സൂക്തങ്ങളുടെ ചെറിയൊരു അർത്ഥം. ഇതിന്റെ പൂർണ്ണാർത്ഥത്തെ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് വിശദീകരിച്ച് തീർക്കാൻ കഴിയുന്നതല്ല, അത്രയും വിശാലം. അധ്യായം ചെറുതാണെങ്കിലും ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് വിശദീകരിക്കപ്പെടേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ അധ്യായത്തിന്റെ ഒരു പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം ആണ്. എന്താണ് സാഹചര്യം? പ്രവാചകരുടെ ആൺകുട്ടികളൊക്കെ ലോകത്തോട് പിരിഞ്ഞുപോയി, വഫാത്തായി പോയി. ഖാസിം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അങ്ങനെ ആൺമക്കളൊക്കെ പിരിഞ്ഞുപോയി. അത് ഒരു പരീക്ഷണം. ഈ അവസരങ്ങളിൽ ശത്രുപക്ഷം പൊതുവെ അറബ് സമൂഹമാണ് ലോകം. അതുകൊണ്ട് തന്നെ അവർ പ്രവാചകരുടെ ആൺകുട്ടികൾ മരിച്ചുപോയ ഈ സാഹചര്യത്തിൽ പ്രവാചകർക്ക് എന്ത് ന്യൂനതയുണ്ട് എന്നാണ് അവർ ആലോചിച്ച് നടക്കുന്നത്. എന്താണ് പ്രവാചകരെ കുറിച്ച് പറയാവുന്ന വിമർശനം? എപ്പോഴും പ്രവാചകരോട് മനസ്സിൽ താല്പര്യമില്ലാത്ത, സ്നേഹമില്ലാത്ത, ആദരവില്ലാത്ത ഏത് വിഭാഗമാണെങ്കിലും, അത് മുസ്ലിം നാമധാരികളാകാം, ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ, എപ്പോഴും അവര് കാണിക്കുന്നത് പ്രവാചകരെ വിമർശിക്കാൻ ഞങ്ങൾക്ക് എവിടെ അവസരം എന്നതാണ്. പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും പത്രങ്ങളിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടു. ഒരു സീരിയലുമായി ബന്ധപ്പെട്ടു. അത് ഇസ്ലാമിന് പുറത്തുള്ള ഒരു സമൂഹം ചെയ്തത്. ഇനി വിദേഹത്തിന്റെ കക്ഷികളാണെങ്കിലും പ്രവാചകരെ വിമർശിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. ഞാൻ അതിലേക്ക് വിശദമായി പോകാൻ എന്റെ സമയം അനുവദിക്കുന്നില്ല. എവിടെയാണെങ്കിലും പ്രവാചകരോട് കൃത്യമായി താല്പര്യമില്ലാത്ത ആളുകൾ ആ പ്രവാചകരുടെ വ്യക്തിപ്രഭാവത്തെ തകർക്കാനും മഹത്വത്തെ ഇകഴ്ത്താനും സർവ്വ ചാൻസുകളും ഉപയോഗപ്പെടുത്തും. അതവരുടെ സ്വഭാവമാണ്. അറബ് സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. ആൺകുട്ടികളോടാണ് അവർക്ക് താല്പര്യം. അറിയാമല്ലോ, പ്രവാചകർ കടന്നു വന്നതിന് ശേഷമാണ് സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള അവകാശം
തന്നെ ഉണ്ടായത്. ആൺതരികളെ മാത്രം താല്പര്യപ്പെടുന്ന ഒരു സ്വഭാവം. അപ്പോൾ അവർ ആൺകുട്ടികളെയാണ് കൂടുതൽ പരിഗണിക്കുന്നത്. അതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുന്ന സമൂഹത്തിന്റെ ഇടയിൽ വെച്ച് പ്രവാചകരുടെ ആൺതരികളെല്ലാം ലോകത്തോട് ഇവിടെ പറയുന്നു. സ്വാഭാവികമായും ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി മുശ്രിക്കുകൾ വിമർശിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ വിമർശനം സ്വകാര്യമായിരുന്നു എന്നത് നമുക്ക് കാണാൻ പറ്റും. മുഫസ്സിറുകൾ അത് വിശദീകരിക്കാറുണ്ട്. അതിന്റെ ഒരു അവസരം നമുക്കറിയാം. മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. ആസിബുൽ വാഖി എന്ന് പറയുന്ന മനുഷ്യൻ, മുശ്രിക്കുകൾപ്പെട്ട പ്രഗത്ഭരായവർ, അദ്ദേഹം പ്രവാചകർ മക്കയിൽ ഉണ്ടായിരിക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അടുത്ത് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ സ്വാഭാവികമായും ഒറ്റയടിക്ക് പ്രവാചകരോട് പലപ്പോഴും പ്രതിരോധം തീർക്കാനോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാനോ ആ ഘട്ടങ്ങളിൽ അവർ സന്നദ്ധമാകാറില്ല. ഇദ്ദേഹം ആസ്വരുമായി പ്രവാചകരുമായി സംസാരിക്കുകയാണ്. സംസാരമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഴിയിലേക്കും ഇദ്ദേഹം തിരിച്ചു പോകും. തിരിച്ച് തന്റെ കൂട്ടുകാരിലേക്ക്, തന്റെ ആളുകളിലേക്ക് എത്തിയപ്പോ, അല്ല നീ ആരോടാ സംസാരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ അബൂത്തറിനോടാണ് സംസാരിച്ചത്. എന്തിനായിരുന്നു ആ പ്രയോഗം? അത് പ്രവാചകരെ നിന്ദിക്കാനല്ല, ഇകഴ്ത്താനല്ല. വാലറ്റ് മുറിഞ്ഞു പോയവൻ, പിന്തുടർച്ചാവകാശം ഇല്ലാത്തവൻ, ഏറ്റെടുക്കാൻ ആളില്ലാത്തവർ, ആ നിരക്ക് അർത്ഥം വരുന്ന പ്രയോഗത്തെ വെച്ചുകൊണ്ട് പ്രവാചകരെ സ്വകാര്യത്തിൽ വിമർശിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് ആസിബുൽ വാലിൽ മാത്രമല്ല, പല ആളുകളും, ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്, അബൂ ലഹബ്, അബൂ ജഹൽ, ഇവരൊക്കെ സ്വകാര്യത്തിൽ ഇങ്ങനെ പങ്കുവെക്കാറുണ്ട്. അപ്പോ ഈ ഒരു വിമർശനം സ്വകാര്യത്തിൽ പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ അറിയാതെ ആളുകളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ആ അറബ് സമൂഹത്തിൽ പ്രവാചകരോട് മതിപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ അവസരം അവർ ഉപയോഗപ്പെടുത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഇടപെടുകയാണ്. ഗോപ്യമായി സ്വകാര്യത്തിൽ ഈ സംഭാഷണം നടത്തുമ്പോ, ആരും അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അതെല്ലാം അറിയുന്ന ഒരു രക്ഷിതാവ് അല്ലാഹു, ആ അല്ലാഹുവിനെ, ഹബീബിനെ വിമർശിക്കുന്നത് തീരെ ഇഷ്ടമല്ല, സഹിക്കൂല. തീരെ അല്ലാഹു ആ വാക്കുകളെ, അത്തരം വിമർശനങ്ങളെ ഒരിക്കലും ഓർക്കുകയില്ല. ഒരുപക്ഷെ പ്രവാചകർ മൗനിയായാലും പ്രതികരിച്ചില്ലെങ്കിലും പലപ്പോഴും അങ്ങനെയാണ്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ വിമർശകർ എന്തു പറഞ്ഞാലും അതിനോട് അതേ രൂപത്തിൽ പ്രതികരിക്കുന്ന സ്വഭാവം പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലെല്ലാം, വിമർശനം ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം അവിടെ ഇടപെടുന്നതാരാണ്? പ്രവാചകരുടെ ഏറ്റവും പ്രവാചകരെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൻ, ഹബീബ് എന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലേ? നിങ്ങളെ സുഹൃത്തിനെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവില്ലേ? അയാൾ ചിലപ്പോൾ ചെയ്യും, മിണ്ടിയില്ല എന്നൊരു, പക്ഷെ മറുപടി കൊടുക്കുന്ന ചിലപ്പോഴായിരിക്കും, ആരാ ഇങ്ങനെ പറയാം, ഇതാരാ അങ്ങനെ പറയാം എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അയാൾ ഇടപെടും. നമ്മുടെ കൂട്ടുകാരൻ ഇടപെടും. നമ്മൾ മോനിയായാലും നമ്മുടെ കൂട്ടുകാരൻ, സുഹൃത്ത് ഇടപെടും. അത് സ്വാഭാവികമായി സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഭാഗമായി ഉള്ളതാണ്. എന്നാൽ അതേ ശൈലി അല്ല, അതിനേക്കാൾ അപ്പുറത്ത് സ്നേഹത്തിന്റെ പ്രകടനമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിനെ വിമർശിച്ചവരെ കൃത്യമായും അടിച്ചൊതുക്കിയിട്ടുണ്ട്. ഒരുപാട് അധ്യായങ്ങൾ, തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറയുന്ന അധ്യായം പ്രവാചകർ ഇന്നക മജ്നൂൻ എന്ന പ്രയോഗം നടത്തി വിമർശിച്ചു. തന്റെ ഭാര്യ പ്രവാചകരെ എഴുതാൻ ശ്രമിച്ചു. അപ്പോഴാണ് അല്ലാഹു പ്രതികരിക്കുന്നത്, എന്റെ ഹബീബിനെ ചീത്ത പറയാൻ നീ ആരാ? തബ്ബത് യദാ അബീ ലഹബ്, നശിക്കട്ടെ അബൂ ലഹബ് എന്ന പ്രയോഗം
ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്വഭാവം. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ ഉടനെ അള്ളാഹു ഇടപെടും. ഇത് അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമായുള്ള ഇടപെടൽ. ഇതേ രൂപത്തിൽ അബത്തർ എന്ന പ്രയോഗം പ്രവാചകരെ കുറിച്ച് നടത്തി വിമർശിച്ചു. സ്വകാര്യത്തിലുള്ള വിമർശനമാണെങ്കിലും ഹബീബിലേക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ആ വിമർശനങ്ങൾ ഒറ്റപ്പെട്ടൊക്കെ പ്രവാചകരുടെ മനസ്സിനെ നോവിച്ചിട്ടുണ്ട്, അറിഞ്ഞപ്പോൾ നോവിക്കുന്ന സഹോദരന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കൂട്ടുകാരന്റെ ബാധ്യതയാണ്. എന്റെ കൂട്ടുകാരൻ മാനസികമായി പ്രയാസപ്പെടുമ്പോ ഞാനത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ എന്റെ ആ സ്നേഹത്തിൽ സത്യസന്ധതയില്ല എന്നതാണ് വസ്തുത. അപ്പോ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, എന്റെ കൂട്ടുകാരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും, നിങ്ങൾ ശ്രമിക്കും. ഇതേപോലെ തന്നെ മാനസികമായി ചെറിയ പ്രയാസം ഹബീബ് സയ്യിദുൽ അബ്റാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായപ്പോൾ ആ വേദനിക്കുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ സ്നേഹിക്കുന്ന റബ്ബിന്റെ ബാധ്യതയാണ്. അതൊരു ഭാഗത്ത് നിർവഹിക്കുക. പിന്നെയോ എതിരാളികൾ അങ്ങനെ ശ്രമിച്ചാൽ പറ്റില്ല. സ്വകാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് ആരും അറിയില്ല നമ്മളിത് പറയുന്നത് എന്ന് ആശ്വസിച്ച് നടക്കാൻ അവരെ വിട്ടാൻ പറ്റൂല. അതിനെയും പ്രതികരിക്കണം. അതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അഅതൈനാകൽ കൗസർ, സ്നേഹിതന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന വാചകം അല്ലാഹു ആദ്യം പറയുക. അങ്ങനെ അല്ലേ? നിങ്ങൾക്ക് വല്ലാതെ സ്നേഹമുള്ള കുട്ടികൾ, ആ കുട്ടി കരയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പിതാവിന്റെ പറയും, മോനെ ഞാൻ വൈകുന്നേരം അങ്ങാടി പോയി വരുമ്പോ നിനക്ക് കാറ് കൊടുത്തരും, അല്ലെങ്കിൽ നിനക്ക് ബിസ്ക്കറ്റ് വാങ്ങിത്തരും, ഐസ്ക്രീം കൊടുത്തരും, ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ പറഞ്ഞ ആ കരച്ചിൽ അവസാനിക്കും, താൽക്കാലികമായി ശമിക്കും. അപ്പൊ മനസ്സിന്റെ ആ വേദനയെ ശമിപ്പിക്കാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഹിക്മത്ത് എന്താണ്? തന്ത്രം എന്താണ്? ആ മനസ്സിന് ഇണങ്ങുന്ന അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം നൽകല്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിതാവ് കുട്ടിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നുവെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് അല്ലാഹു പ്രതികരിക്കുന്ന ആ പ്രതികരണം ഇന്നാ അഅതൈനാകൽ കൗസർ. ഓ നബിയെ, അങ്ങ് വിഷമിച്ചോ? ആ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയോട് എനിക്ക് പറയാനുള്ളത് ഇന്നാ അഅതൈനാകൽ കൗസർ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, കൗസർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹു പറയും, ഐസ്ക്രീം നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു, കൊണ്ടുതന്നിരിക്കുന്നു എന്ന് പറയുമ്പോ കുട്ടിയുടെ മനസ്സിന് ആശ്വാസം ഉണ്ടാകുമെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനെയൊക്കെ വെല്ലുന്ന ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൗസർ നൽകിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ കൗസർ നൽകിയിരിക്കുന്നു എന്ന പ്രയോഗത്തിന്റെ അർത്ഥതലം? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദീർഘമായി വിശദീകരിക്കുന്നുണ്ട്. എല്ലാ വിശദീകരണവും കൂടെ പറഞ്ഞാൽ സമയം മതിയാകില്ല. തീർച്ചയായും നമ്മൾ, ആ പ്രയോഗം അല്ലാഹുവാണ് നടത്തുന്നത്. ഇന്ന എന്ന പ്രയോഗം ജംഇന് വേണ്ടിയുള്ള പ്രയോഗമാണ്. അത് തഅലീലിന് വേണ്ടിയും ഉപയോഗിക്കും. അല്ലാഹു ഏകനാണ്. തീർച്ചയായും അല്ലാഹു അത് പ്രയോഗിക്കുമ്പോൾ തഅലീമിന് വേണ്ടിയാണ്. ഇന്നാ അഅതൈനാക, ഓ നബിയെ, അങ്ങയുടെ മനസ്സ് നോവിച്ചെങ്കിൽ, ശത്രുക്കൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വ്യഥ അനുഭവിക്കുന്നുവെങ്കിൽ അങ്ങൊരിക്കലും വിഷമിക്കേണ്ടതില്ല. അഅതൈനാക, നമ്മൾ അങ്ങേക്ക് നൽകും അൽ കൗസർ നൽകും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് കൗസർ? ആ കൗസറിന്റെ വിശദീകരണം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുക. ഒന്നാമത്തെ വിശദീകരണം وهو المشهور والمستفيض عند السلف والخلف أنه نهر في الجنة. വളരെ പ്രബലവും സലഫും ഖലഫും ഒന്നായി പറഞ്ഞതുമായ അഭിപ്രായം, അതിന്റെ വിശദീകരണം അന്നഹു നഹ്റുൻ ഫിൽ ജന്ന,
അത് സ്വർഗത്തിലുള്ള ഒരു പുഴയാണ്. ആ പുഴയുടെ പ്രത്യേകത എന്താണ്? വെറും ഒരു പുഴയല്ല, മറിച്ച് ആ പുഴയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കൂടെ അറിയുമ്പോഴാണ് ഇത് നൽകൂ എന്ന് പറയുമ്പോൾ ആശ്വസിക്കുന്നത്. അല്ലേ? വെറും വെള്ളം തരാന്ന് പറഞ്ഞാൽ കുട്ടി ആശ്വസിക്കുമോ? തട്ട് തരും. അതേസമയം ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞാൽ മകൻ ആശ്വസിക്കും. അതിന് മധുരമുണ്ട്, കുറച്ച് തണുപ്പുണ്ട്, നല്ല വെളുത്ത നിറമുണ്ട്. ഇതൊക്കെയാണ് അതിനെ ആകർഷിക്കാൻ, ആ കുട്ടിയെ ആകർഷിക്കാനുള്ള ഒരു പശ്ചാത്തലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൗസർ നൽകുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ കൗസർ? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തു നഹറൻ ഫിൽ ജന്ന ഹഫതാഹു ഉബാബൽ ലുഅ്ലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് സ്വർഗ്ഗത്തിലുള്ള ഒരു നദിയാണ്. അതിന്റെ പാർശ്വങ്ങളിലൊക്കെ ലുഅ്ലു ആണ്, മുത്തുകളാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, ആ പുഴ ഒഴുകുന്ന മണ്ണോ, ആ മണ്ണ് അത് വല്ലാത്ത സുഗന്ധമുള്ള മണ്ണാണ്. എന്ന് മാത്രമല്ല, അതിലുള്ള വെള്ളം, ആ വെള്ളം തേനിനേക്കാൾ മധുരമുള്ളതാണ്, പാലിനേക്കാൾ നല്ല വെളുത്ത നിറവുമുള്ളതാണ്. ഇതൊക്കെ ചെറിയൊരു വിശേഷണമാണ്, ദീർഘമായ വിശേഷണം ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുഴ, ആ പുഴയുള്ള വെള്ളം കുടിച്ചാൽ ഒരു വട്ടം കുടിച്ചാൽ പിന്നെ അവർക്ക് ദാഹിക്കുകയില്ല, ദാഹമുണ്ടാകുകയില്ല. അല്ലാഹു ആ വെള്ളം ഹബീബിന്റെ പരിശുദ്ധമായ കരങ്ങളിൽ നിന്ന് വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ നിലക്കുള്ള സുന്ദരമായ വെള്ളം ഹബീബിനോട് അല്ലാഹു പറയുകയാണ്, എന്തിനാണ് നബിയെ അങ്ങ് വിഷമിക്കുന്നത്? ഇത്രയും സുന്ദരമായ കൗസറിന്റെ അധികാരം അങ്ങയിലേക്ക് നൽകിയിട്ടില്ലയോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഇത് നാം ഒരു വിശദീകരണമായി, കൗസറിന്റെ വിശദീകരണമായി മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതിന്റെ മറ്റൊരു വിശദീകരണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടെ അർത്ഥം യോജിക്കുന്നതാണ്. കൗസർ എന്ന് പറഞ്ഞാൽ അൽ കൗസർ ഔലാദു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, മക്കളില്ല, വാഴ്ച മുറിഞ്ഞു പോയി, പിന്തുടർച്ചാവകാശിയില്ല എന്നല്ലേ പറയുന്നത്? നോ, അങ്ങനെയല്ല. ഹബീബേ, അങ്ങയുടെ ആന്തരികൾ ലോകത്തോട് പിരിഞ്ഞാൽ അങ്ങയ്ക്ക് പ്രത്യേകമായ ഒരു പവർ നമ്മൾ നൽകിയിരിക്കുന്നു. അങ്ങയ്ക്ക് സന്താനങ്ങളുണ്ട്, പേരക്കുട്ടികളുണ്ട്, നമ്മളത് നൽകിയിരിക്കുന്നു. ഇതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നാ അഅതൈനാകൽ കൗസർ, കൗസർ എന്നതിനെ പ്രവാചകരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്ത് എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട്, അവിടുത്തെ പേരക്കുട്ടികൾ എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് കൗസറിന്റെ വിശദീകരണം മറ്റൊന്ന് മുഫസ്സിറുകൾ നടത്തുന്നത്. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് നാം മക്കളെ നൽകിയിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ആ മക്കൾ നൽകിയിരിക്കുന്നു എന്നത് നമ്മൾ അനുഭവിക്കുക, ആ അനുഭവത്തിന്റെ സാക്ഷികളാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഹബീബനാ വ സയ്യിദനാ വ ആഷിഖനാ വ മലാദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളിൽ ഒരാളുടെ നേതൃത്വത്തിലാണ്. അല്ലാഹു ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾക്ക് ദീനിന്റെ ഖിദ്മത്തിലായി ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ തണലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. മുത്തുനബിക്ക് ആന്തരികളില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർക്ക് ലോകാവസാനം വരെ അല്ലാഹു മറുപടി കൊടുക്കുകയാണ്, അങ്ങനെയല്ല, അങ്ങേക്കു മക്കളെ നമ്മൾ നൽകിയിട്ടുണ്ട്, വിഷമിക്കേണ്ടതില്ല. ആന്തരികളിൽ ചില ആളുകൾ ലോകത്തോട് പിരിഞ്ഞാലും അങ്ങേക്ക് പിന്തുടർച്ചാവകാശിയുണ്ട് എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു ആശ്വസിപ്പിക്കുകയാണ്. ഇത് കിട്ടിയാൽ പിന്നെ വിഷമിക്കേണ്ടതില്ലല്ലോ. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളെ നൽകുക മാത്രമല്ല, ആ മക്കളെ ലോകത്ത് മുഴുവനും പരന്ന് വിശാലമാക്കി കൊടുത്തിരിക്കുകയാണ്. കേവലം മക്കയിലോ മദീനയിലോ മാത്രം അവിടുത്തെ കുടുംബം ഒതുങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ
ചരിത്രം കൂടെയുണ്ട്. ഇസ്ലാമിക ചരിത്രം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വായിക്കുമ്പോൾ ചില സത്യങ്ങൾ നമ്മളെ നോവിക്കുന്ന സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ ഏതാണ്? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ, അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾ പലരും അറുകൊല ചെയ്യപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർബലയും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയായി ഒരുപാട് സയ്യിദന്മാർ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാണ്, രക്തസാക്ഷികളാകേണ്ടി വരികയാണ്. വളരെ ചുരുങ്ങിയ ഒരു തലത്തിലേക്ക് ആ കുടുംബം മാറിയിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള പ്രതിസന്ധി, കുടുംബങ്ങളിലെ അംഗങ്ങളുടെ എണ്ണസംഖ്യ കുറയുന്ന തലത്തിൽ കൊലകൾ അവർക്കെതിരെ നടന്നിട്ട് പോലും അതിന്റെ ശേഷത്തേക്ക് ഇന്നോളമായി നോക്കിയാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ പരന്നു കിടക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനം കൃത്യമായി നടപ്പിൽ വരുത്തുകയാണ്. ഈ കൊലകളെല്ലാം ആ കുടുംബത്തിൽ ഉണ്ടായിട്ട് പോലും എണ്ണത്തിന് ചുരുക്കമുണ്ടായില്ല, വണ്ണത്തിന് കുറവുണ്ടായില്ല, ആൾബലത്തിന് ശുഷ്കമായില്ല. എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തിലെ അംഗങ്ങൾ പരന്ന് വിശാലമായി കിടക്കുകയാണ്. അങ്ങേക്ക് മക്കളില്ല എന്ന് പറയുന്നത് ശരിയല്ല, പിന്തുടർച്ചാവകാശമില്ല എന്ന് പറയുന്നത് ശരിയല്ല, നമ്മളത് നൽകിയിരിക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുകയാണ്. മറ്റൊരു വിശദീകരണം, അങ്ങയുടെ പിന്തുടർച്ചാവകാശിയില്ല എന്നല്ലേ ശത്രുക്കൾ പറഞ്ഞത്? അങ്ങയെ ഏറ്റെടുക്കാനാണില്ല എന്നല്ലേ ശത്രുക്കൾ പറഞ്ഞത്? അങ്ങയുടെ പാത പിന്തുടരാൻ ആളുകളില്ല, അങ്ങയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ആളുകളില്ല എന്നല്ലേ പറഞ്ഞത്? എന്നാൽ നബിയെ, അങ്ങനെ അങ്ങ് വിഷമിക്കേണ്ടതില്ല, അങ്ങേക്ക് മക്കളുണ്ട് എന്ന് മാത്രമല്ല, കൗസറിന് മറ്റൊരു വിശദീകരണമായി പറയുകയാണ്, അൽ കൗസർ ഉലമാഉ ഉമ്മത്തി. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഉലമാക്കൾ, അതാണ് കൗസർ എന്ന പ്രയോഗത്തിന്റെ മറ്റൊരു അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. കാരണം എന്താണ്? അങ്ങനെ ഒരു അർത്ഥം തരാനുള്ള കാരണം എന്താണ്? വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാജാവിന് മകനില്ലാതെ വരുമ്പോൾ ആ രാജഭരണത്തെ ഏറ്റെടുക്കാൻ ആളില്ല എന്നാണ് അതിന്റെ അർത്ഥം. മറ്റു കുടുംബങ്ങളിലേക്ക് നീങ്ങിപ്പോവുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ലോകത്ത് ഇസ്ലാമിക ഭരണത്തിന് നേതൃത്വം വഹിക്കുന്നയാളാണ് സയ്യിദുൽ അബ്റാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തുനബി അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പിന്നീട് ആളില്ല എന്നതാണ്, മക്കളില്ല എന്നതുകൊണ്ട് അവർ സന്തോഷിക്കുന്നത്. പക്ഷേ ആ നിലക്ക് അവർ ആഘോഷിക്കേണ്ടതില്ല, സന്തോഷിക്കേണ്ടതില്ല. കാരണം പ്രവാചകരുടെ ഉമ്മത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രാഈൽ. ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ അവർ ചില്ലറക്കാരല്ല. കഅംബിയാഇ ബനി ഇസ്രാഈൽ, പൂർവകാലത്ത് കഴിഞ്ഞുപോയ സമുദായത്തിലെ ബനൂ ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട അമ്പിയാക്കൾക്ക് തുല്യമാണ് എന്റെ സമുദായത്തിലുള്ള പണ്ഡിതന്മാരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ നിലക്ക് അങ്ങനെ ഉപമിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ പണ്ഡിതന്മാരൊക്കെ പ്രവാചകന്മാരായി മഅസൂമുകളാണ് എന്നൊന്നും പറയാനില്ല. മറിച്ച് ആ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ള കർത്തവ്യത്തെ ഏറ്റെടുത്ത് നിർവഹിക്കാൻ മാത്രം കഴിവും ശേഷിയും തൻകീടും എന്റെ സമുദായത്തിലുള്ള പണ്ഡിതന്മാർക്കുണ്ട്. അതുകൊണ്ട് എന്റെ ശേഷം ഒരു പ്രവാചകന്റെ തന്നെ ആവശ്യം ഇല്ല. ആ പ്രവാചകന്മാരുടെ ഗ്യാപ്പ് അവരെന്താണോ നിർവഹിക്കേണ്ടത്, എന്റെ ശേഷം ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ ഓരോ പ്രവാചകന്മാർക്ക് ശേഷവും മറ്റൊരു പ്രവാചകനെ ഇറക്കുന്നത് ഇസ്ലാമിന്റെ പുനഃക്രമീകരണത്തിനു വേണ്ടിയും പ്രബോധനത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയുമാണ്. എന്നാൽ എനിക്കു ശേഷം അങ്ങനെ ആള് വേണ്ട. കാരണം അത് ഏറ്റെടുക്കാൻ എന്റെ പണ്ഡിതന്മാർ തന്നെ പാകപ്പെട്ടവരാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകർ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്റെ ശേഷം എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ല എന്ന് നിങ്ങൾ സന്തോഷിക്കുക
ഇന്നാ അഅതൈനാകൽ കൗസർ. അങ്ങ് ഈ ഭൂമിലോകത്ത് നിർവഹിച്ച കാര്യങ്ങളെ കൃത്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഒരു ഭാഗത്ത് അവിടുത്തെ കുടുംബങ്ങളായ സാദാതീകളുണ്ട്, അതോടൊപ്പം തന്നെ അവരോട് ചേർന്നുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങളുണ്ട്. ഇതാണ് ഈ വിശദീകരണങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കറിയാം, ഇതിന്റെ മറ്റൊരു വിശദീകരണമായി മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങക്ക് കൗസർ നൽകിയിരിക്കുന്നു. ആ കൗസർ എന്നതിന് മറ്റൊരു വിശദീകരണം സുബ്ഹാനല്ലാഹ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള സർവ്വ ഖൈറുകളും ഓ നബിയെ അങ്ങേക്ക് നൽകിയിരിക്കുകയാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സർവ്വ ഗുണങ്ങളും അങ്ങേക്ക് നൽകിയിരിക്കുകയാണ് എന്നാണ് ഈ കൗസർ എന്നതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കുന്നു. എല്ലാ ഗുണങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഒരു ഗുണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടില്ല. ലോകത്ത് മറ്റ് ഏത് മനുഷ്യർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ഗുണങ്ങൾ എല്ലാം അതിനേക്കാൾ അപ്പുറത്തേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ ആൺമക്കൾ ലോകത്തോട് പിരിഞ്ഞെങ്കിലും നബിയെ അതിൽ അങ്ങൊട്ടും വിഷമിക്കേണ്ടതില്ല. അങ്ങയോട് ഞാൻ പറയുകയാ, ഈ ഭൂമി ലോകത്തും നാളെ പാരത്രികമായ ലോകത്തും അങ്ങേക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഗുണങ്ങൾ, പൂർണ്ണമായ സർവ്വ ഖൈറുകളും അങ്ങേക്ക് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിക്കുകയാണ്. ഓരോ അമ്പിയാക്കളെയും എടുത്തു വെച്ചുകൊണ്ട് ഓരോ അമ്പിയാക്കൾക്കും ഓരോ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, പൂർവ്വകാലങ്ങളിൽ കഴിഞ്ഞുപോയ ലോകത്ത് ഏറ്റവും വലിയ ഗുണങ്ങൾ ലഭിക്കാൻ ഉണ്ടാകാൻ, അത് കിട്ടാൻ ഏറ്റവും പറ്റിയ വ്യക്തിത്വമാരാണ്? അത് പ്രവാചകന്മാരാണ്, അല്ലേ? കാരണം എല്ലാ ഹൈറുകളും കൊടുക്കുന്നത് മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോ ഹൈറുകൾ മുഴുവനും അല്ലാഹുവിൽ നിന്നാണെങ്കിൽ ആ ഹൈറുകൾ ഏറ്റവും കിട്ടാൻ യോഗ്യതയുള്ള ആളുകളും അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാർക്ക് ലഭിച്ച മഹത്വത്തിന്റെ താഴെയാണ് മറ്റെല്ലാ മഹത്വങ്ങളും. ആ പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ, ആ പ്രത്യേകതകളെല്ലാം പരിഗണിക്കുകയാണെങ്കിലും അവിടെ എല്ലാം പൂർണ്ണതയുള്ളത് സയ്യിദുൽ അബ്റാർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫഹുവല്ലദീ തമ്മമഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم مولاي دائما ابدا على حبيبك خير الخلق كلهم. എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയുള്ളവർ. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തു ചില കലിമാത്തുകൾ. ഫതലഖാ ആദം മിൻ റബ്ബിഹി കലിമാത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആനാണ് ഇറക്കി കൊടുത്തത്. കലാമിന്റെ പൂർണ്ണമായ തലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥം. അതേസമയം ചില കലിമാത്തുകളാണ് യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിട്ടുള്ളത്. പൂർവ്വകാലത്തെ പ്രവാചകന്മാർക്ക് മുഴുവനും അങ്ങനെ തന്നെയാണ്. ആ രൂപത്തിൽ ഗ്രന്ഥത്തിന്റെ വിഷയം നോക്കിയാൽ ഏറ്റവും പൂർണ്ണതയുള്ള ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ്. ഇനി ഇതുപോലെ ഓരോ വിഷയങ്ങളിലും നാം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നു. വഅമ്മാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ആ പ്രത്യേകതകൾ? അക്രമഹു ബി അൻ അംസക സഫീന അലൽ മാ,
വെള്ളത്തിന്റെ മുകളിൽ കപ്പലിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ആർക്ക് കൊടുത്തു? നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തു. ലോകത്ത് അതിനു മുമ്പ് അങ്ങനെ ഒരു സംവിധാനമില്ല. എല്ലാ കപ്പലുകളും അതിനുശേഷമാണ് നിർമ്മിക്കപ്പെട്ടത്. ചെറിയ ബോട്ടുകൾ പോലും അതിനുശേഷമാണ്. ലോകത്ത് ആദ്യമായി സമുദ്രത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കാനുള്ള വാഹനം സംവിധാനിക്കുന്നത് മഹാനായ നോഹ് അലൈഹിസ്സലാം. ആ മഹാനുഭാവന് അങ്ങനെയൊരു പ്രത്യേകമായ ഇൽമ്, അതിനെക്കുറിച്ചുള്ള വിവരവും അത് സംവിധാനിക്കാനുള്ള കഴിവും മഹാനവറുകൾക്ക് നൽകിയിരിക്കുന്നു. ഇത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള ബഹുമാനമാണ്. എന്നാൽ അതിന് വെല്ലുന്ന ഒരു ബഹുമാനം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഉണ്ട്. കപ്പൽ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ട് ഇനിയൊരു കപ്പൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ കപ്പലിന്റെ സംവിധാനം എന്താണ്? അതിന്റെ നിർമ്മാണത്തിൽ തന്നെ അത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാനുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കപ്പൽ ഉണ്ടാക്കിയപ്പോഴാണ് വെള്ളത്തിന്റെ മുകളിൽ നിന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കണം, ഒരു നല്ല ഭാരമുള്ള പാറക്കല്ല്, ആ പാറക്കല്ല് വെള്ളത്തിലിട്ടാൽ മുകളിൽ നിൽക്കുമോ? നിൽക്കുമോ? ഇല്ല, വളരെ വേഗം താഴോട്ട് പോകും. അതാണ് അതിന്റെ സ്വഭാവം. അവ പ്രകൃതിപരമായി വെള്ളത്തിന്റെ ആഘാതതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഭാവമാണ് കല്ലുകൾക്കുള്ളത്. ഒരു പായക്കപ്പലിനോ ബോട്ടിനോ ഉള്ള സ്വഭാവം, അതിന്റെ സംവിധാനം തന്നെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുക എന്നതാണ്. എന്നാൽ ആ സംവിധാനത്തെ അടക്കം വെല്ലുന്ന രൂപത്തിൽ ഹബീബുനാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പ്രത്യേകമായ ഒരു ബഹുമാനം കൊടുക്കുകയാണ്. എന്താണ് ആ ബഹുമാനം? ആ ബഹുമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പുഴയുടെ, ഒരു തടാകത്തിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കൂടെ ആരുണ്ട്? ഇക്രിമത്ത് ബിൻ അബീ ജഹലുണ്ട്. അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ശേഷം വന്നയാളാണ്. അദ്ദേഹം ഉണ്ട്. അങ്ങനെ ഈ തടാകത്തിന്റെ പരിസരത്ത് നിൽക്കുമ്പോ അപ്പോഴാണ് ഇക്രിമ പറയുന്നത്, ഫഖാല ലൈൻ കുൻത സാദിഖൻ, അല്ലയോ നബിയെ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, പ്രവാചകനാണ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണ് എന്നല്ലേ പറയുന്നത്? അങ്ങനെ പറയുന്നത് സത്യമാണെങ്കിൽ ഇപ്പുറത്ത് ഇക്കരയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇക്രിമത്തുവിന് അബൂജഹൽ പറയാൻ, നബിയെ, അങ്ങ് പ്രവാചകനാണെന്നത് വാസ്തവമാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതാ കാണുന്നു, അപ്പുറത്ത് വലിയൊരു പാറക്കല്ല് ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു. ഓ നബിയെ, ആ പാറക്കല്ലൊന്ന് അങ്ങയുടെ അടുക്കലേക്ക് വിളിക്കാമോ? ഇക്കരയുള്ള നമ്മുടെ സവിധത്തിലേക്ക് കൊണ്ടുവരാമോ നബിയെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, മാത്രം പോരാ, ആ കല്ലെന്ത് ചെയ്യണം? തസ്ബീഹ് ചൊല്ലണം. മുങ്ങിപ്പോകാൻ പാടില്ല, വെള്ളത്തിന്റെ മുകളിലൂടെ വരണം. ഇതാണ് ആവശ്യപ്പെടുന്നത്. ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയൊന്ന് നീട്ടുകയാണ് ആ കല്ലിലേക്ക്. അങ്ങനെ നീട്ടിയപ്പോഴോ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന കല്ല്, ലോകത്തിന്റെ തിരുപ്രവാചകരുടെ പരിശുദ്ധമായ വിരലുകൾ അവിടേക്ക് ചൂണ്ടിയപ്പോ ആ കല്ലുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. കല്ലുകൾ ഇളകാൻ തുടങ്ങി. ആ വലിയ പാറക്കല്ല് ഹജർ അവിടുന്ന് പിഴുതു വന്ന് വരാൻ തുടങ്ങി. അങ്ങനെ വരിക മാത്രമല്ല, തസ്ബീഹ് ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, തസ്ബീഹ് ചൊല്ലുകയാണ്. ഹത്താ സാറ ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ സവിധത്തിലേക്ക് വന്നു നിൽക്കുന്നത് വരെ തസ്ബീഹാൻ. എങ്ങനെയാ വരുന്നത്? വേറെ കുറുക്ക് വെടിക്ക് കടന്നു വരില്ല. ഈ തടാകത്തിന്റെ അപ്പുറത്ത് നിന്ന് ആ കല്ല് പിഴുതുമാറിയിട്ട് വെള്ളത്തിന്റെ മുകളിലൂടെയാണ് സഞ്ചരിച്ചു വരുന്നത്. അവിടെയാണ് വിഷയം. സഫീനത്തിനെ, കപ്പലിനെ വെള്ളത്തിന്റെ മുകളിലൂടെ ഓടിച്ചു കൊണ്ടുപോകുന്നതിൽ അത്ഭുതമില്ല. കാരണം അതിന്റെ സംവിധാനം
കല്ലിന്റെ പ്രകൃതമോ അത് വെള്ളത്തിലേക്ക് വളരെ പെട്ടെന്ന് താണുപോകുക എന്നതാ. എന്നാൽ മുത്തുനബി ആ കല്ലിനെ വിളിച്ചപ്പോൾ വെള്ളത്തിന്റെ മുകളിലൂടെ താഴ്ന്നു പോകാതെ സഞ്ചരിച്ച് കല്ല് തിരുപ്രവാചകരുടെ സവിധത്തിലേക്ക് ഇക്കരയിലേക്ക് തസ്ബീഹ് ചൊല്ലി കടന്നു വന്നു. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എത്തുന്നത് വരെ തസ്ബീഹാണ്. അവിടെ എത്തിയപ്പോഴോ വശഹിദ ലഹു ബിൽ റിസാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരു കല്ലൊക്കെ വിളിച്ചു പറയുകയാ, എന്റെയും കൂടെ നേതാവാണ്, ഞാനും കൂടെ വിധേയത്വം കാണിക്കുന്ന നേതാവാണ്, എനിക്കുകൂടെ സ്നേഹമുള്ള നേതാവാണ്, ഞാനുകൂടെ അംഗീകരിക്കുന്ന നേതാവാണ് സയ്യിദുൽ അബ്റാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നിലക്ക് വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുകയാ. ഇത് കണ്ടു നിൽക്കുകയാണ് ഈ കിലിമത്ത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എക്ഫീക ഹാദാ, അല്ല മതിയായോ നിനക്ക്, ഇത്രയൊക്കെ മതിയോ എന്ന് ഇക്രിമത്തിനോട് ചോദിക്കുക. നീ പറഞ്ഞൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ പോരെ? അപ്പോഴാണ് ഇക്രിമത്ത് പറയുന്നത്, നബിയെ പോരാ, അതൊന്നുകൂടെ തിരിച്ച് അങ്ങോട്ട് പോകട്ടെ, അതൊന്നുകൂടെ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ പോകട്ടെ എന്ന് ഇക്രിമത്ത് ആവശ്യപ്പെടുക. അമറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറജഅ ഇലാ മകാനി. റസൂലുള്ളാഹി കൽപ്പിച്ചു, ബുദ്ധിയില്ല, വിവേകമില്ല, ആ നിലക്കുള്ള ഒരു അചേതന വസ്തുവായ കല്ലിനോട് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? പോയിക്കോ, കല്ലേ പോയിക്കോ. സുബ്ഹാനല്ലാഹ്, വിധേയത്വത്തോടെ അനുസരണയോടെ ആ കല്ല് തിരിച്ചു നടക്കുകയാണ്. വന്നയിടത്തേക്ക് പോയി അതേപോലെ നിന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവാണ് എല്ലാ ഖൈറുകളും. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്ക് നൽകിയ ഖൈറിനേക്കാളും ഗുണത്തെക്കാളും വലിയ ഗുണം അങ്ങേക്ക് നൽകിയിരിക്കുന്ന നബിയേ. ഇങ്ങനെ ചർച്ച പോയാല് സമയം ഇങ്ങനെ അവസാനം എത്തിയിട്ടില്ല, ചുരുക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇനിയും മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. എന്താണ് വിശദീകരിക്കുന്നത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടത്തേക്ക് ബഹുമാനം നൽകിയിട്ടുണ്ട്. എന്താണ് ബഹുമാനം? തീ എന്ന് പറയുന്നത് അവിടത്തേക്ക് തണുപ്പും സലാമത്തുമാണ്. യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഓ തീയേ, എന്റെ പ്രിയപ്പെട്ട ഖലീലാണ്, നിന്നിലേക്ക് വന്നത് ധരിക്കാൻ പറ്റൂല. ബർദൻ വസലാമൻ, അതെ, തണുപ്പും സംരക്ഷണവുമാകണം എന്ന നിലക്ക് തീ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒതുക്കി കൊടുത്തു, അങ്ങനെ ആക്കി കൊടുത്തു. എന്നാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീയെ എങ്ങനെയാണ് മറികടക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊള്ളിക്കാതെ തീയെ മറികടന്നു. എന്നാൽ തീയിനെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് മറികടക്കുന്നത്? മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ അതാ വരുന്നു മുഹമ്മദ് ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാൽ കുന്തു തിഫ്ലൻ, ഞാൻ ചെറിയ കുട്ടിയായി ഫൻസബൽ ഖദറ അലയ്യ മിനന്നാ. അപ്പൊ എന്ത് ചെയ്തു? ഒരു തീയുള്ള പാത്രം ചെയ്തു എന്നിലേക്ക് മറിഞ്ഞു. അങ്ങനെ മറിഞ്ഞപ്പോഴോ എന്റെ തൊലി മുഴുവൻ കരിഞ്ഞുപോയി. ഫഹമലതിനി ഉമ്മി ഇലാ റസൂലില്ലാഹ്. ഉടനെ എന്റെ ഉമ്മ എന്നെയും എടുത്തു കൊണ്ടുപോവുകയാ ഹബീബിന്റെ സവിധത്തിലേക്ക്. ഫഖാലത് ഹാദാ ഇബ്നു ഹാത്തിം ഇഹ്തർ, നബിയ, എന്റെ മോൻ ഇബ്നു ഹാത്തിബ കരിഞ്ഞു പോയിരിക്കുന്നു. കമാതറ, അങ്ങ് കാണുന്നില്ലേ ഈ രൂപം? ഇത് കണ്ടപ്പോഴേ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഫതഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീ
ശക്തിയെ മറികടക്കുകയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അവിടുന്ന് തുപ്പുകയാണ്. എന്നിട്ടോ ആ തുപ്പുനീര് ചേർക്കുന്നു. അലാ ജിൽദി വമസഹ ബിയദിഹി അലൽ മുഹ്തരിഖ് മിൻ. അതെ, ആ തുപ്പുനീര് ശരീരത്തിലേക്ക് ചേർക്കുകയാണ്. കൈകൊണ്ട് എന്റെ ശരീരത്തെ തടവുകയാണ്. വഖാൽ അദ്ഹബിൽ ബഅസ റബ്ബന്നാസ്. എന്നിട്ട് റസൂൽ പറയാ, ഈ ദുആ അല്ലാഹുവിനോട് നടത്തുകയാണ്. ഫസിർതു സഹീഹൻ ലാ ബഅസ. ഞാൻ സഹിയായി, എന്റെ തൊലിയൊക്കെ വളരെ സുന്ദരമായി, എനിക്ക് ആരോഗ്യം വീണ്ടും കിട്ടി, യാതൊരു പ്രശ്നവും ഇല്ല. ആ രൂപത്തിലേക്ക് ഞാനായി മാറി. ഒരു തീക്കും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പുറത്തേക്ക് നിൽക്കാൻ കഴിയില്ല. എല്ലാ തീയും പ്രവാചകർക്ക് മുന്നിൽ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഖൈറാത്തുകൾ, അതാണ് മഹാനവറുകൾ ഓരോന്നും എണ്ണി വിശദീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരിക്കാതിരുന്ന തീ, കരിച്ച തീ, ആ തീയുടെ കരിക്കലിനെ പോലും മറികടക്കുന്ന മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതാണ് നമ്മൾ കാണുന്നത്. ഇനിയോ നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു കൊടുത്തൊരു ബഹുമാനമാണ്. രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ നൈൽ നദിക്ക് വടികൊണ്ട് രക്ഷടി. അപ്പൊ രണ്ട് ഭാഗങ്ങളായി മാറി വന്നു. അപ്പൊ ആ നദിയെ മുറിച്ചു. യഥാർത്ഥത്തിൽ ആര്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിന്റെ മുകളിൽ അടിച്ചപ്പോൾ മാത്രമേ അത് രണ്ട് ഭാഗങ്ങളിലേക്കായി വിഘടിച്ചു നിന്നിട്ടുള്ളൂ. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വിഘടിക്കൽ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടോ? ഈ സമുദ്രം ഇങ്ങനെ വിഘടിപ്പിച്ചല്ലോ, പക്ഷെ ഇതിന്റെ അപ്പുറത്തുള്ള ഒരു വിഘടിപ്പിക്കൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടോ? ഉണ്ട്, സംശയിക്കേണ്ടതില്ല. കാരണം എന്താണ്? ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഇൻഷഖൽ ഖമർ, വടികൊണ്ട് അടിച്ചപ്പോഴാണ് മാറിയുന്നത്. ആകാശ ലോകത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിൽക്കുന്ന ചന്ദ്രനിലേക്ക് സ്പർശിക്കേണ്ട കാര്യമില്ല. ആ ചന്ദ്രനെ രണ്ട് പിളർപ്പായി മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ ഒരു വടിയുണ്ട്, വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിന്റെ മുകളിൽ തന്നെയാണ്. അപ്പോഴാണ് വിഘടിച്ചു നിന്നതെങ്കിൽ വടിയില്ല, തൊടാനുള്ള സൗകര്യങ്ങളുമില്ല. അതിന്റെ അപ്പുറത്താണ്. അതും ആകാശ ലോകത്താണ്, ഭൂമി ലോകത്തല്ല. അവിടെയുള്ള ഒരു ഗ്രഹത്തെ മുത്തുനബി ഭൂമിയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്റെ കൈകളുടെ അഗ്രഭാഗങ്ങളെ നീട്ടിപ്പിടിച്ചപ്പോഴേക്ക് പിളർന്ന് നിന്നു കൊടുക്കുകയാണ്. അതാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനിയോ നിങ്ങൾ നോക്കൂ, അതേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്നെ അല്ലാഹു കൊടുത്ത മറ്റൊരു ബഹുമാനമാണ്. എന്താണ് ബഹുമാനം? വെള്ളമില്ലാതെ വന്നപ്പോൾ പാറയ്ക്ക് മുകളിൽ അടിക്കുകയാണ്. അതേ ഹജറിന്റെ മുകളിൽ അടിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അങ്ങനെ കൽപ്പിച്ചപ്പോൾ ആ കല്ലിൽ നിന്ന് അരുവികളായി വെള്ളം ഒഴുകി വരികയാണ്. ഇതാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള അത്ഭുതം. എന്നാൽ അതിനേക്കാൾ വലിയ അത്ഭുതം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമോ? അതെ, സ്വഹാബാക്കളോടൊപ്പം യുദ്ധമുഖത്തേക്ക് കടന്നു പോകുന്ന പ്രവാചകർ വിജനമായ മരുഭൂമിയിലെത്തി. വെള്ളമുണ്ടോ? ഇല്ല, പ്രയാസത്തിലാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോ ചില ആളുകൾക്ക് ജനാബത്തും ആയി. കുളിക്കാൻ വെള്ളമില്ല, ഒന്നു കൊടുക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ആകെ പ്രശ്നത്തിലാണ്. എന്തു ചെയ്യും? സൊല്യൂഷൻ കാണുന്നില്ല. പരിസരത്തൊക്കെ പോയി നോക്കി, എവിടെയും വെള്ളം കാണാനില്ല. ഒരു തുള്ളി വെള്ളം എവിടെന്നെങ്കിലും കിട്ടുമോ? അറിയുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നബിയെ വെള്ളമില്ല. സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ പോയി നോക്കൂ, ആരെങ്കിലും കിട്ടും, വഴിയാത്രക്കാരെന്നാണ് കിട്ടും. റസൂലുള്ളാഹിയെ അങ്ങനെ പറഞ്ഞയച്ചു. അപ്പോഴാണ് ഒരു യാത്രക്കാരൻ അയാളോട് ചോദിച്ചു, വെള്ളമുണ്ടോ? വെള്ളമുണ്ട്, പക്ഷെ
പക്ഷെ തരില്ല. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ചോദിച്ചപ്പോ തരില്ല എന്നാണ് മറുപടി. അപ്പോ പറഞ്ഞു അദ്ദേഹം വെള്ളം തരില്ല, കാരണം എനിക്ക് വേണം, ഈ വെള്ളം എനിക്ക് ഉപയോഗിക്കാനുള്ളതാ. സഹാബാക്കൾ പറഞ്ഞു ആ വെള്ളം തരൂ, നിങ്ങൾക്ക് തിരിച്ചു തന്നോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം അങ്ങനെ ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. അയാൾ കൊടുക്കുകയാണ് ആ കോസഞ്ചിയും വെള്ളവും ഇലാ ഹദറത്ത് റസൂലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ സുബ്ഹാനല്ലാഹ് എന്താ സംഭവിക്കുക? അവിടുത്തെ പരിശുദ്ധമായ കൈത്തരങ്ങളെ ആ കോസഞ്ചിയിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. അങ്ങനെ താഴ്ത്തി വെച്ചപ്പോഴോ അവിടുത്തെ പരിശുദ്ധമായ കരങ്ങൾ ഈ കോസഞ്ചിയിലേക്ക് വെച്ചു കൊടുത്തപ്പോ എന്താണ് ചെയ്യുന്നത്? വിരലിന്റെ ഇടയിലൂടെ അരുവി പൊട്ടി ഒലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സുന്ദരമായ വെള്ളം! ആ വെള്ളത്തെക്കാൾ പരിശുദ്ധമായ വെള്ളം വേറെ ലോകത്തില്ല. എന്നു മാത്രമല്ല, ലോകത്ത് മാത്രമല്ല, പാരത്രികമായ ലോകത്തും മുത്തുനബിയുടെ പരിശുദ്ധമായ കൈകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളത്തിനോട് സമാനമായ വെള്ളം വേറെ ഇല്ല എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. മാഉ സംസമിനേക്കാൾ, വിശദീകരിച്ച ഹൗലുൽ കൗസറിനേക്കാൾ, സ്വർഗീയ ലോകത്തുള്ള പാനീയങ്ങളെക്കാൾ പരിശുദ്ധമായ വെള്ളം ഏതാണ്? ഹബീബിന്റെ കൈകൾക്കിടയിലൂടെ പൊട്ടിയൊലിച്ച വെള്ളമാണ്. അത്രയും പരിശുദ്ധമായ വെള്ളം അവിടുത്തെ കൈകളിൽ നിന്ന് തന്നെ പൊട്ടിയിരിക്കുകയാണ്. വടി കൊണ്ടടിച്ച് കല്ലിന്റെ മുകളിൽ നിന്ന് ഉഴൂനുകളായി അരുവിയായി പൊട്ടിയടിച്ചതല്ല, ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ആവശ്യമുള്ളവർക്ക് മുഴുവനും വെള്ളം ലഭിക്കുകയാണ്. കുളിക്കുകയാണ്, കുടിക്കുകയാണ്, വുളു എടുക്കുകയാണ്, എല്ലാം നിർവഹിക്കുകയാണ്. അങ്ങനെ വെള്ളം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ നിലയ്ക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ ഉന്നതമായ തലങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിങ്ങനെ താങ്ങിപ്പിടിച്ച് റസൂലുള്ളാഹിനെ ശത്രുതയോടുകൂടെ ദേഷ്യത്തോടുകൂടെ എറിഞ്ഞ് ശരിയാക്കണമെന്ന ആ വികാരത്തിൽ അബൂജഹൽ ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോ കല്ലും പിടിച്ച് താങ്ങിപ്പിടിച്ച് എറിയാനിങ്ങനെ ഓങ്ങുമ്പോഴാണ് അബൂജഹൽ കാണുന്നത് റസൂലുള്ളാഹിന്റെ രണ്ട് ചുമരിലും രണ്ട് സർപ്പങ്ങൾ പത്തിപുറത്ത് ഇങ്ങനെ നിൽക്കുക. അബൂജഹൽ പിന്നാലെ നിന്നിട്ടില്ല, വീട്ടിന്റെ ഉള്ളിൽ എത്തിയിട്ടാണ് പിന്നെ നീങ്ങുന്നത്, ആസ്വദിക്കുന്നത്. അങ്ങനെ പേടിച്ചു പോയി അബൂജഹൽ. നിങ്ങൾ നോക്കണം, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ വഴിയില്ലാതെ പാമ്പിനെ സംവിധാനിച്ചു കൊടുക്കുകയാണ് ശത്രുക്കൾക്കെതിരെ. ഇതാണ് നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നാ ആതീനാക്കൽ കൗസർ എല്ലാ ഖൈറുകളും ഓ നബിയെ അങ്ങേക്ക് നൽകിയിരിക്കുന്നു. ലോകത്ത് മറ്റെല്ലാവർക്കും നൽകിയിട്ടുള്ള ഏത് ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെ എല്ലാം വെല്ലുന്ന മറികടക്കുന്ന ഗുണങ്ങൾ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞേക്കുന്നു. ആരെയാണ് പറഞ്ഞേക്കുന്നത്? മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മദീനത്തിൽ നിന്ന് പുറത്തൊരു ഭാഗത്തേക്ക് പറഞ്ഞേക്കുക. അങ്ങനെ പറഞ്ഞേച്ചു റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ഇങ്ങനെ പോവാ.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആരാന്നറിയോ? സിംഹം. ഭാഷയിൽ മനസ്സിലാവില്ല സിംഹത്തിന്. ആ സിംഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ, ഞാൻ ആരാന്നറിയോ? ഇന്നീ റസൂലില്ല, ഞാൻ അള്ളാന്റെ പ്രവാചകന്റെ ദൂതനാ. ആ നബി എന്നെ പറഞ്ഞേച്ച, ഞാൻ വെറുതെ ഒന്നല്ല, റസൂലുള്ള പറഞ്ഞേച്ചിട്ടുള്ള ഒരു ദൂതനാണ് ഞാൻ എന്ന നിലക്ക് ഈ സിംഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫതബസ്ബസാ, സിംഹം പത്തി വിടർത്തി ജടവിടർത്തി നേരത്തെ ഇങ്ങനെ ഒരു ഇരയെ കിട്ടണമെന്ന രൂപത്തിൽ ശൗര്യത്തോടുകൂടെ നിന്നതാ. ആ സിംഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇന്നീ റസൂലില്ല എന്ന പ്രയോഗം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നടത്തുന്നത്. അതിന് കേട്ടപ്പോൾ ആ ശൗര്യത്തോടെ നിന്ന മുഖത്തിന്റെ ഭാവം മാറി, തലയൊന്ന് താണു, തല താഴ്ത്തി ആട്ടിയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു പോകാൻ അവസരം കൊടുക്കുകയാണ്. സുഖമായി മുആദ് റളിയല്ലാഹു അൻഹു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു വന്യജീവിയെ പോലും ഹബീബിന്റെ മുന്നിലല്ല, ആ ഹബീബിന്റെ ദൂതന്റെ മുന്നിൽ എന്ന് മാത്രമല്ല, അവിടുത്തെ ആ പ്രയോഗമാണ് റസൂലുള്ളാഹ് എന്ന പ്രയോഗത്തിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര്, ആ പേരിന്റെ മുന്നിലേക്ക് ഒരു വന്യജീവിയായ സിംഹം പോലും തലകുനിച്ച് പത്തി മടക്കി മാറിക്കൊടുക്കുകയാ. എല്ലാ ഹൈറുകളും നബിയെ നൽകി അള്ള കൊടുക്കുകയാണ്. വല്ലാത്ത കൊടുതിയ തന്റെ ഹബീബിന് മനസ്സിന് പ്രയാസം വന്നപ്പോ ആ പ്രയാസത്തെ തീർക്കാനുള്ള ആ ഒരു വിശാലമായ ഹൈറിന്റെ ലോകം, അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ നിൽക്കുക, അപ്പോ ആ സമയത്ത് വരുന്നു ഒരാറാബി, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആറാബി വരികയാണ്. ഒരു ഉടുപ്പിനെയും കൊണ്ടാണ്, ഒരു ഉടുപ്പിനെയും കൊണ്ട് വരുന്നു. ഉടുപ്പിനെയും കൊണ്ട് വന്നപ്പോ വന്നിട്ട് അയാൾ പറയണം, റസൂലുള്ളാഹിയോട് പറയാം. വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങളാണ്. നബിയോട് പറയാം, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കൂല, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കൂല, എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, ഈ ഉടുപ്പ് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, എന്നാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, വിശ്വസിക്കുകയുള്ളൂ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ ഇത് പറഞ്ഞു തീരേണ്ട താമസം ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിൽക്കുന്ന ഉടുപ്പ് എന്താ ചെയ്യുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉറക്കെ വിളിച്ചു പറയാ. ഭാഷയൊന്നുമില്ലാത്ത ഈ ഉടുമ്പ്, ആ ഉടുമ്പ് ഉറക്കെ ഈ ഷഹാദത്തിന്റെ കലിമത്ത് അങ്ങ് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് ആറാബി അറിയാതെ പറഞ്ഞുപോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞ ഡിമാൻഡ് അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് റസൂലുള്ളാഹ് തിരിച്ചു പറഞ്ഞിട്ട് പോലില്ല. ആ പറയാതെ തന്നെ ഈ ഉടുമ്പ് സുബ്ഹാനല്ലാഹ് ആ റിസാലത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞല്ലോ. ഇനി ബുദ്ധിയും വിവേകമുള്ള ഞാൻ ഇത് പറയാതിരിക്കുന്നതിന് അർത്ഥമുണ്ടോ എന്ന് ആലോചിച്ച് ആറാബി ഇസ്ലാം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നിലയ്ക്ക് ഹബീബായ അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തേക്ക് കൊടുത്തിട്ടുള്ള ബഹുമാനങ്ങൾ, ആ ബഹുമാനങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. ഒരുപാട് ഖൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങേക്ക് എല്ലാ ഖൈറുകളും നൽകിയിരിക്കുന്നു, ഖൈറുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു, കൂടുതൽ നൽകിയിരിക്കുന്നു എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക. ഇനിയും ഒരുപാട് വിശദീകരണങ്ങൾ കൗസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിവിധ വിശദീകരണങ്ങൾ, 10-20ഓളം വിശദീകരണങ്ങൾ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ 4ലേക്ക് എത്തിയിട്ടുള്ളൂ, ഇനി കൂടുതൽ പോകാൻ സമയമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹത്തോടെ അവിടുത്തെ മനസ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങേക്കുള്ള അവിടത്തേക്കുള്ള ബഹുമാനത്തെ എടുത്തു പറയുകയാ. ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബി അങ്ങേക്ക് കൗസർ നൽകി, അങ്ങേക്ക് മക്കളെ നൽകി. അങ്ങയുടെ പിൻഗാമികളില്ല എന്നല്ലേ പറയുന്നത്? മക്കൾ മാത്രമല്ല, അങ്ങയുടെ ഉമ്മത്തിലെ ആലിമീങ്ങൾ നൽകി പിൻഗാമികളായിട്ട് എന്ന് മാത്രമല്ല, അങ്ങേക്ക് ലോകത്തുള്ള എല്ലാ ഖൈറുകളും നൽകിയിരിക്കുകയാണ്, ഹൗദുൽ കൗസർ നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ വിശദീകരണങ്ങൾ നടത്തുകയാണ്. ഞാൻ ആ വിശദീകരണം തൽക്കാലം അവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള അർത്ഥങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കി ചുരുക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഹബീബായ അഷ്റഫുൽ
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവിനെയാണ്, അല്ലാഹു പ്രവാചകരോട് കാണിക്കുന്ന സ്നേഹത്തെയുമാണ് നാം ഇതിലൂടെ വായിക്കേണ്ടത്. നമ്മളും ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ മനസ്സിന്റെ അന്തർഭാഗത്ത് ആ മുത്തുനബിയെ ചേർത്ത് നോക്കാൻ നമുക്ക് കഴിയണം. ഒരു ഉടുമ്പ് ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് അവിടുത്തെ മദ്ഹ് ചെയ്ത് കലിമത്ത് തൗഹീദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സിംഹം പ്രവാചകരുടെ മുന്നിൽ അവിടുത്തെ നാമത്തിന്റെ മുന്നിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തുടങ്ങി കല്ലുകളും മണ്ണുകളും എല്ലാം ഹബീബിന്റെ മുന്നിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ബുദ്ധിയും വിവേകവും തന്റേടവുമുള്ള മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ എത്രമാത്രമാണ് ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുന്നിൽ തല കുനിക്കേണ്ടത്. അല്ലാഹുവേ, ആ ഹബീബിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. അവിടുത്തെ മനസ്സുകൊണ്ട് അങ്ങേയറ്റം മഹത്വ വെക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. ഓ നബിയേ, അങ്ങേക്ക് സർവ്വ നന്മകളും നൽകിയിരിക്കുകയാ. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ആക്ഷേപങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് പോയിക്കോളൂ. എന്തിനാണ് ടെൻഷൻ? നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് പോയി. ഞാനുണ്ട് നിങ്ങളെ ഏറ്റെടുക്കാൻ. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നിസ്കരിച്ചോളൂ, നിങ്ങൾ സദഖ കൊടുത്തോളൂ. എന്തിനാണ് ഇതും കൂടെ ഇവിടെ പറയുന്നത്? ഒറ്റ വിശദീകരണം മാത്രം ഞാൻ അതിനു വേണ്ടി നൽകുക. തൊട്ടു മുന്നേയുള്ള അധ്യായം, അതേത് അധ്യായം? കൗസർ സൂറത്തിന് മുമ്പുള്ള അധ്യായം അല്ല, ലീലാദിന് ശേഷം പിന്നെ ഈ അധ്യായം പ്രധാനമായും ആരെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്? മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ, അവരുടെ സ്വഭാവത്തെ പറയുന്നതാണ്. പ്രധാനമായും 4 സ്വഭാവങ്ങളാണ് അവരിൽ ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. ആ 4 സ്വഭാവങ്ങൾക്കും എതിരായ സ്വഭാവങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതുകൂടെ തൊട്ടു ചേർന്നുകൊള്ള ഈ അധ്യായത്തിന്റെ ഒരു ലക്ഷ്യം. ഒന്നാമത്തെ സ്വഭാവം ബുഖ്ല. മുനാഫിക്കീങ്ങൾക്ക് ബുഖ്ലുണ്ട്. അതാണ് എന്ന ആ ഒരു സൂക്തത്തിന്റെ പരാമർശത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. രണ്ടാമത്തെ സ്വഭാവം എന്താണ്? നിസ്കരിക്കൂല. നിസ്കരിക്കൂല. പുറമെ എന്താണ് മുസ്ലിമാണെന്നൊക്കെ പറയും, നിസ്കരിക്കൂല. മൂന്നാമത്തതോ, നിസ്കരിക്കാതെ തന്നെ എന്താണ്? റിയാ, ആളുകൾ കാണാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അല്ലദീനഹും യുറാഊൻ എന്നത് അതിലേക്കുള്ള സൂചനയാണ്. നാലാമത്തെ എന്താണ്? സദഖ കൊടുക്കൂല, സകാത്ത് കൊടുക്കൂല. ഇതാണ് അവരുടെ സ്വഭാവം. എന്ന ആ സൂക്തം അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഈ 4 സ്വഭാവം മുനാഫിഖീങ്ങളുടേതാ. എന്നാൽ ഈ 4 സ്വഭാവത്തിനു നേരെ എതിരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അതെന്താണ് ആ സ്വഭാവം? ഒന്നാമത്തത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുഖ്ൽ, ഒന്നാമത് പറഞ്ഞത് ആ ബുഖ്ലിൽ നിന്ന് വ്യത്യസ്തമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശാലതയുള്ളയാളാണ്. ഇന്നാണ് തൈനാക്കൽ കൗസർ, എല്ലാ ഖൈറും ഉള്ളയാളാണ്. ഒരു ഖൈറിന്റെ വിഷയത്തിൽ യാതൊരു ലുബ്ധതയും പ്രവാചകർക്കില്ല. അവിടത്തേക്ക് എല്ലാ ഖൈറുകളുമുണ്ട്, അവിടെ കൊണ്ട് എല്ലാ ഖൈറുകളുമുണ്ട്. ബുഖ്ലിന്റെ നേരെ എതിരായ ഒരു ലുബ്ധും ഒരു വിഷയത്തിലും ഇല്ല. രണ്ടാം, ഫസല്ലി ലിറബ്ബിക വൻഹർ. നിസ്കരിക്കാത്തവരെന്നല്ലേ? ഫസല്ലി, നിസ്കരിക്കുക. ലിറബ്ബിക, മുറാഊകാരായി നിസ്കരിക്കരുത്. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കരുത്. ലിറബ്ബി, റബ്ബിന് വേണ്ടിയാ. അതിനെയും കൂടെ നിരാകരിക്കുക. ആ സ്വഭാവത്തെ നിസ്കരിക്കുക, ചിരിക്കാതിരിക്കുക എന്ന സ്വഭാവമല്ല ഹബീബിനും അവിടുത്തെ അനുയായികൾക്കുമുള്ളത്. ബുഖ്ലി എന്ന സ്വഭാവമല്ല. ഇനി മൂന്നാമത്, ആളുകൾ കാണിക്കാൻ വേണ്ടിയല്ല. ലിറബ്ബി, പടച്ചറപ്പിന് വേണ്ടിയാ. വൻഹർ, അറുത്തു മാംസം കൊടുക്കുക. ബുഖ്ലല്ല. സദഖ കൊടുക്കാതിരിക്കുകയല്ല, സകാത്ത് കൊടുക്കാതിരിക്കുകയല്ല, മറിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഈ
ചുരുക്കുന്നു. അവസാനമായി അല്ലാഹു പറയുകയാണ്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, ഓ നബിയേ, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇന്ന ശാനിയക, നിങ്ങളെ വിമർശിച്ച, നിങ്ങളോട് വിദ്വേഷം പൂണ്ട, നിങ്ങളോട് എതിരായ പറഞ്ഞിട്ടുള്ള, നിങ്ങളെക്കുറിച്ച് സ്വകാര്യമായി പരസ്യമായും വിമർശിച്ചിട്ടുള്ള ആളുകളില്ലേ, ആ ആളുകൾ അവർ പറയുന്നു അങ്ങ് അബദ്ധനാണെന്ന്, അല്ലേ, അങ്ങ് വാഴത്ത് മുറിഞ്ഞ ആളാണെന്ന് പറയാണ്, അല്ലേ? എന്നാൽ നബിയെ അങ്ങനെയല്ല. അല്ലാഹു മറുപടി കൊടുക്കാൻ, ഹുവൽ അബ്തർ, ആരാണ് വാഴത്ത് മുറിഞ്ഞയാള്? ആരാണ് വാഴത്ത് മുറിഞ്ഞയാള്? ആ വിമർശിച്ച ആളുകൾ. ഹുവൽ അബ്തർ, അതാണ് അവിടെ ഒരു തൗക്കീദിന്റെ പ്രയോഗം. അതിനുവേണ്ടിയാ ഹുവ എന്നത് കൊണ്ട് പ്രത്യേകം കൊണ്ടുവന്നത്. ആ നിലക്ക് അല്ലാഹു ആണയിട്ട് ഉറപ്പിച്ചു പറയാ, അങ്ങ് വാഴത്ത് മുറിഞ്ഞയാളല്ല, അങ്ങ് മക്കളില്ലാത്തയാളല്ല, അങ്ങ് പിന്തുടർച്ചാവകാശമില്ലാത്തയാളല്ല, അങ്ങ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയുള്ളവരാ. അങ്ങനെയുള്ള അങ്ങയെ വിമർശിച്ച ആളുകൾ, ആ ആളുകൾ ആരോ, അവരാണ് വാഴത്ത് മുറിഞ്ഞവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൃത്യമായി വിശദീകരിക്കുന്നു. ആ ആയത്തിനെ വിശദീകരിച്ച് ഒരുപാട് ചരിത്ര സംഭവത്തിലേക്ക് പോകാനുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇപ്പോൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. പറയട്ടെ, പ്രധാനമായ ഒരു വിമർശകൻ, ആ വിമർശകനായ ആസിബിന് വാഹിലിന്റെ മക്കൾ അതേ ദുരന്തത്തിൽപ്പെട്ട് നശിച്ചുപോയി, യുദ്ധത്തിൽ നശിച്ചുപോയി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏറ്റെടുക്കാൻ പോലും ആളില്ലാതെ ആസിബിന് വാഹിലിന്റെ കുടുംബം തറ പറ്റിപ്പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ പ്രവാചകരെ ഈ വിമർശനം ഉന്നയിച്ച ഏതൊക്കെ വ്യക്തികളുണ്ടോ അവരെല്ലാം തറപറ്റി, കുടുംബമില്ലാതായി, ലോകത്ത് അവരുടെ കുടുംബത്തെ തന്നെ കാണാൻ പറ്റാത്ത രൂപത്തിൽ ആ വിമർശിച്ച ആളുകളെയൊക്കെ അല്ലാഹു ആക്കിയിരിക്കുകയാണ്, പകരം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ ലോകത്തോട് പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ സന്താന പരമ്പരയെ നിലനിർത്താൻ വേണ്ടി ഫാത്തിമ എന്ന പൊന്നുമോളിലൂടെ, അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രിയപ്പെട്ട പോറ്റുമകനിലൂടെ, അതേ കുടുംബക്കാരനും മരുമകനുമാണ് ആ മഹാനുഭാവനായ അവിടുത്തെ അനുയായിയിലൂടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് പേരക്കുട്ടികളിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുത്തുനബിയുടെ കുടുംബം ഇന്നും നിലനിൽക്കുകയാണ്. വിമർശിച്ച വിമർശകരൊക്കെ കാലത്തിന്റെ ചരമകോളങ്ങളിലേക്ക് മടങ്ങിപ്പോയതാണ്. ചരിത്രത്തെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇനി ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏതു കാലഗണനയിലാണെങ്കിലും സയ്യിദുൽ അബ്റാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചവർ എവിടെയും പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. മുത്തുനബിയെ സാധാരണക്കാരനാക്കാനും തെറ്റുകാരനാക്കാനും ശ്രമിച്ച ബിദ്അത്തിന്റെ കക്ഷികളും പൊട്ടിപ്പൊളിഞ്ഞ് പരസ്പരം ശിർക്കും കുഫ്റും ആരോപിച്ച് 8 വിഭാഗമായി തകർന്ന് തരിപ്പണമായി ചിഹ്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നതിന്റെ ഈ പ്രസന്റിലെ കാഴ്ചയും കൂട്ടി വായിക്കുമ്പോ അവിടെ മാത്രമല്ല, ലോകത്ത് ആരോപണങ്ങൾ ഉന്നയിച്ച സർവ്വ ആളുകളും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രവാചകരെ വിമർശിച്ചവരൊക്കെ സ്വന്തം തകരുകയാണ് ചെയ്തത്. ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, എന്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, ഹബീബിനെ എഴുത്തുന്ന വാക്കുകൾ പറയുന്ന ഒരു മനുഷ്യനോടും അരുതേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകരുത്. അവരോട് മാറി നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഹബീബ് മാത്രമല്ല ഇത്തരം വിമർശകരോട് പ്രതികരിക്കുന്നത്, മറിച്ച് ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന പടച്ചറബ് തന്നെ നേരിട്ട് ഇടപെടുന്ന വിഷയമാണ്. ഹബീബ് സയ്യിദുൽ അബ്റാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെന്ന് തിരിച്ചു
തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഓ മുഅ്മിനീങ്ങളെ, ഹബീബിനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് ആദരിച്ച് അവിടുത്തോട് ആത്മബന്ധം സ്ഥാപിച്ച് സാധുക്കളായ നമ്മുടെ പാരത്രികമായ ജീവിതത്തിന്റെ മോക്ഷത്തിനു വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്താൻ ശ്രമിക്കണമെന്ന് എന്റെ അമ്മാർത്താകുന്ന നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്ക് ചുരുക്കുകയാണ്. അല്ലാഹു ബുദ്ധി തന്നോ, വിവേകം തന്നോ, വിവരം സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ തന്നോ, സൗകര്യങ്ങൾ ഒരുക്കി തന്നോ. ഇതെല്ലാം തന്ന മനുഷ്യന് ആ പ്രവാചകരെ കൃത്യമായി വായിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവിടുത്തോടടുക്കാൻ ശ്രമിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടവരാണ്. എന്നാൽ മുത്തുനബിയുടെ സവിധത്തിലേക്ക് ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത, ജീവനില്ലാത്ത വസ്തുക്കൾ പോലും വന്ന് തലകുനിക്കുമ്പോൾ ആ മരങ്ങളോട്, ആ കല്ലുകളോട്, ആ ഉടുമ്പിനോട്, ആ സിംഹത്തോട്, അതേ മുത്തുനബിയോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ച മണത്തരികളോട്, ചരൽക്കല്ലുകളോട്, വിരൽ തുമ്പുകളോട്, അല്ല അല്ല ഉണങ്ങിയ മരകഷ്ണങ്ങളോട് അങ്ങനെ പോകുന്നു. ആ പട്ടിക ഞാൻ ചുരുക്കട്ടെ. അതെല്ലാം മഹത്വമുള്ളതും അതിനെങ്കിലും സ്നേഹിച്ചുകൊണ്ട്, ആ വസ്തുക്കളെങ്കിലും സ്നേഹിച്ചുകൊണ്ട് സാധുക്കളായ നമുക്ക് മുത്തുനബിയോട് ആത്മബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ എന്നാണ് നാം ആലോചിക്കേണ്ടത്. അതാണ് മഹാന്മാരൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. ഇമാം ബൂസൂരി തങ്ങളും അത് തന്നെയാണ് നിർവഹിച്ചത്. അതുകൊണ്ടാണ് അവിടുത്തെ പുകഴ്ത്തിയിട്ട് പറഞ്ഞപ്പോ സവിധത്തിലേക്ക് വന്നിട്ട് മുത്തുനബിയോട് ആവാവി പറയുന്നു, നബിയെ, ആ കാണുന്ന പടുവൃക്ഷത്തെ അങ്ങയുടെ സവിധത്തിലേക്കൊന്ന് വിളിക്കാമോ? ഞാൻ വിളിക്കേണ്ടതില്ല മോനെ, നീ പോയിട്ട് ആ മരത്തിന്റെ സവിധത്തിൽ ചെന്നിട്ട് പറയൂ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ട്. ആ റസൂലിന്റെ വിളിക്കൊന്ന് ഉത്തരം നൽകണേ. അങ്ങനെ നീയൊന്ന് പോയി പറഞ്ഞാ മതി, ഞാൻ പറയേണ്ടതില്ല എന്ന് വന്ന അറാബിയോട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആവേശപൂർവ്വം അറാബി മരത്തിന്റെ കാലത്തേക്ക് ചെന്നുകൊണ്ട് മരത്തോട് പറയുകയാ, അദീബി റസൂലല്ലാഹ്, അദീബി റസൂലല്ലാഹ്, അദീബി റസൂലല്ലാഹ്. അതേ അല്ലാഹുവിന്റെ തിരുദൂതർക്ക് മറുപടി കൊടുക്കണേ മരമേ എന്ന് പറഞ്ഞപ്പോഴേക്ക് മരങ്ങൾ പിഴുതുമാറി. അങ്ങനെ പിഴുതുമാറിയിട്ട് പാദങ്ങളില്ലാത്ത മരം കടന്നു വരുന്നു. തംശീലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരികയാ. ബിലാ ഖദമി സാഖിൻ ബിലാ ഖദമി, പാദങ്ങളില്ലാതെ തണ്ടങ്കാല് വെച്ച് നടന്നു വരുന്നത് പോലെ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത പടുവൃക്ഷം മുത്തുനബി വിളിക്കുന്നുണ്ടോ? എങ്കിൽ ഞാനുടനെ ചെല്ലട്ടെ എന്ന് മനസ്സിലാക്കി ആ മരം ഉടനെ ഓടി വന്നെങ്കിൽ, ഓ ചെറുപ്പക്കാരെ, ഖുബ്ബത്തുൽ ഖദറായിന്റെ താഴെ തന്തി ഉറങ്ങുന്ന ലോകത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് നമ്മെ വിളിച്ചിട്ടില്ലയോ? നമ്മെ ക്ഷണിച്ചിട്ടില്ലയോ? നമ്മളോട് പലതും പറഞ്ഞിട്ടില്ലയോ? അവിടുത്തേക്ക് ചെല്ലാൻ, അവിടുത്തെ വഴിയിലേക്ക് പ്രവേശിക്കാൻ എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടില്ലയോ? ആലോചിക്കേണ്ട സമയമല്ലയോ? ആ മരം പടുവൃക്ഷം മുത്തുനബിയോട് അനുസരണയോടെ അവിടുത്തെ സവിധത്തിലേക്ക് ചെന്നുകൊണ്ട് തല താഴ്ത്തിയിട്ട് നബിയെ വിളിച്ചോ?
എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരായ നിങ്ങൾ അല്ലാഹു ആ നിലയ്ക്ക് മുത്തുനബിയിലേക്ക് സഞ്ചരിക്കാൻ കാരണമാക്കുന്ന ഒരു മജ്‌ലിസാക്കി ഈ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. തെറ്റുകൾ വന്നവർ, പാപങ്ങൾ സംഭവിച്ചവർ, അതെല്ലാമുള്ള ആ ഹബീബിന്റെ അനുയായികൾ അല്ലാഹുവേ നിന്റെ ഉള്ളിൽ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുകൂടി പിരിയാനിരിക്കുന്നു. ഹബീബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളിലേക്കൊന്ന് നൽകിയിട്ട് അവിടുന്ന് സ്വീകരിക്കുന്നവരാക്കി ഞങ്ങളെ ഒന്ന് മാറ്റിയിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് നീ പിരിക്കണം അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. ആമീൻ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ ഹബീബിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്റെ ഖുർആനാകുന്ന കലാമിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഹബീബുമായി ബന്ധപ്പെട്ട ഒരു അധ്യായത്തെ ഞങ്ങൾ പറഞ്ഞു. ന്യൂനതകൾ ഉണ്ടാകാം, പിഴവുകൾ സംഭവിച്ചിരിക്കാം. അല്ലാഹുവേ, എല്ലാം വിവരം കുറഞ്ഞ സാധുക്കളായ ഞങ്ങൾക്ക് നീ അഫൂ ചെയ്തു തരണേ അല്ലാഹ്. നിന്റെ കലാമാണ് ഞങ്ങളിവിടെ കൈകാര്യം ചെയ്ത് അതേറ്റവും മഹത്വമുള്ള ഒരു വിഷയമാണ്. അതിന്റെ അതവിനോട് നിരക്കാത്ത, അതിന്റെ പ്രയോഗങ്ങളോട് യോജിക്കാത്ത വല്ല പ്രയോഗങ്ങളും ഞങ്ങളിൽ സംഭവിച്ചെങ്കിൽ, പെരുമാറ്റങ്ങളുണ്ടായെങ്കിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അഫൂ ചെയ്യണേ അല്ലാഹ്. നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി തരണം അല്ലാഹ്. ആ ഖുർആൻ കൊണ്ട് ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളല്ലേ, ആഹൃതമായി ജീവിക്കുന്ന, ഹറാമുകൾ നിറഞ്ഞു നിൽക്കുന്ന, തെറ്റിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന, ഫസാദായ ഒരു കാലത്ത് ജീവിക്കുന്ന നിന്റെ അടിയാറുകളല്ലേ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും മറന്നും മനഃപൂർവ്വം ഞങ്ങൾ ചെയ്ത ഏതൊക്കെ പാപങ്ങളുണ്ടോ, തെറ്റുകളുണ്ടോ, എല്ലാം ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിനെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. തഖ്വയുള്ളവരാക്കണേ അല്ലാഹ്. തവാദുള്ളവരായി ജീവിപ്പിക്കണേ അല്ലാഹ്. നിന്നെ ഓർക്കുന്ന ഖൽബ് നൽകണേ അല്ലാഹ്. നിനക്ക് ചെല്ലുന്ന നാവ് നൽകണേ അല്ലാഹ്. നിന്റെ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാ ഉള്ള നാവാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ കയ്യിലൊന്നുമില്ല. നിന്റെ ദീനിനെ ഞങ്ങളെ മഹബ്ബത്ത് വെക്കുന്നു. ആ മഹബ്ബത്ത് ഞങ്ങൾക്കൊന്നുകൂടെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവിടത്തേക്ക് ഒരുപാട് സ്വലാത്ത് ചെല്ലാനും, അവിടത്തേക്ക് ഒരുപാട് സലാം പറഞ്ഞേക്കാനും, അവിടുത്തെ മദ്ഹ് പാടാനും പറയാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടത്തേക്ക് വേണ്ടി ഞങ്ങളെ ആയുസ് കൊടുക്കാൻ, ഞങ്ങളെ ആരോഗ്യം കൊടുക്കാൻ, ഞങ്ങളെ സമ്പത്ത് കൊടുക്കാൻ,
ഞങ്ങൾ സർവ്വം സമർപ്പിക്കാം. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ലല്ലോ റബ്ബേ. നിന്നിലേക്ക് തിരിച്ചെത്തുമ്പോ രക്ഷപ്പെടാൻ മാത്രമുള്ള ഇബാദത്തുകളൊന്നും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ചെറിയ ചെറിയ ഇബാദത്തുകളല്ലേ ചെയ്തിട്ടുള്ളൂ. അത് തന്നെ ന്യൂനതകളുള്ളതല്ലേ റഹ്മാനേ. അതെല്ലാം ന്യൂനതകൾ പരിഹരിച്ച് ഞങ്ങൾക്ക് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ആ ഇബാദത്തുകളെ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടൂല അല്ലാഹുവേ. ഞങ്ങൾ നിന്റെ അടുക്കലെത്തുമ്പോൾ രക്ഷപ്പെടാൻ കാണുന്ന വഴിയൊന്നു മാത്രമാണ്, നിന്റെ ഹബീബിനെ മാത്രമാണ്. അല്ലാഹ്, ആ ഹബീബിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അവിടുത്തെ ശഫാഅത്ത് നൽകണേ റഹ്മാനേ. അവിടുത്തെ കൊടിക്ക് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അവിടുന്ന് കൈപിടിക്കുന്ന അവിടുത്തെ അനുയായികൾ ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങൾ അവിടുത്തെ കണ്ടിട്ടില്ല, അവിടുത്തെ നേരിട്ട് ഞങ്ങൾ കേട്ടിട്ടുമില്ല. അവിടുത്തെ കാണുകയും കേൾക്കുകയും ചെയ്ത മഹാന്മാരായ സഹാബാക്കളെ പോലും ഞങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലല്ലോ റഹ്മാനേ. എങ്കിലും ഞങ്ങൾ അവിടുത്തെ വിശ്വസിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ മഹബത്ത് വെക്കുന്നു, ഞങ്ങൾ അവിടുത്തെ പ്രകീർത്തിക്കുന്നു. അല്ലാഹ്, എല്ലാം അവിടുത്തെ സഹായം ലഭിക്കാനാണ്. ഞങ്ങൾക്കത് നൽകാതെ ഈ സദസ്സിൽ നിന്ന് തിരിച്ചയക്കല്ലേ റഹ്മാനേ. ഞങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞതും അവിടുത്തെ കുറിച്ചുള്ള ചില മഹത്വങ്ങൾ ഇവിടെ പങ്കുവച്ചതും റോമായുടെ അകത്തളത്തിൽ നിന്ന് ആ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളിലേക്കൊന്ന് സ്നേഹത്തോടെ നോക്കണമെന്ന് കുറിച്ചുകൊണ്ടാണ്. നോട്ടിൽ ലഭിച്ചവരുടെ അവിടുത്തെ അവളിയായ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ലാതെ ഞങ്ങളെ ഇവിടെ നിന്ന് തിരിച്ചേക്കല്ലേ റഹ്മാനേ. പറഞ്ഞേക്കല്ലേ റഹ്മാനേ. ദുനിയാവിൽ അവിടുത്തെ കൂടെ ഞങ്ങൾ ജീവിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്കതിന് അവസരവുമില്ലല്ലോ. ആഹ്റത്തിൽ വെച്ചെങ്കിൽ ആ ഹബീബിന്റെ ജിവാറിൽ സന്തോഷത്തോടെ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനേ. ഞങ്ങളത് ചോദിക്കാൻ യോഗ്യരല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീ നൽകാൻ യോഗ്യതയുള്ളവരാണെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് റഹ്മാനേ. നീ നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സർവ സമയങ്ങളിൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്ന ഏറ്റവും വലിയ രാജാവാണ് നിന്റെ മുഖദ്ദസാകുന്നവരെ കാണുവാനും ഞങ്ങൾക്ക് കൊതിയുണ്ട്. അത് കാണാൻ ഞങ്ങളെ കണ്ണി യോഗ്യമല്ല. പക്ഷേ നിന്റെ ഫضലുകൊണ്ട് ഞങ്ങൾക്കായി കാവ് കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനേ. നീ ഞങ്ങളെ കൈയൊഴിക്കല്ലേ റഹ്മാനേ. നീയാണ് ഞങ്ങളെ സംരക്ഷകൻ, നീയാണ് ഞങ്ങളെ ഏറ്റെടുക്കേണ്ട രാജാവ്. നീ ഞങ്ങളെ ഏറ്റെടുക്കലേ അല്ലാഹ്. കൈയൊഴിക്കല്ലേ അല്ലാഹ്, വെറുതെ ആക്കല്ലേ അല്ലാഹ്. നിന്റെ കാരുണ്യമില്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ റഹ്മാനേ. നിന്റെ കാരുണ്യത്തിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റഹ്മാനേ. മരിക്കുന്ന കാലത്തോളം ഇസ്സത്തിലായി ഞാൻ ജീവിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കാമിലായ ഇമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് സന്തോഷത്തോടെ നിന്റെ ശർഫാക്കപ്പെട്ട മുഖവും കണ്ട് നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാദാത്യങ്ങൾ, ശുഹദാക്കൾ അവരെല്ലാം സ്വീകരിക്കുന്ന നിലക്ക് നിന്നിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഞങ്ങളെ ആത്മത്ത് നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളൊന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, ഞങ്ങളുടെ നേതാക്കളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട്. ഈ പാവപ്പെട്ട എന്റെ വെല്ലുമ്മയുടെ അടുത്ത 2 ദിവസം കഴിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളിന്ന് മരിച്ചുപോയ അതെല്ലാം ഉണ്ടോ അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, സന്തോഷമാക്കണേ അല്ലാഹ്.
നിന്റെ ഹബീബിന്റെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് സംഭാവനയും നേർച്ചയും നൽകുന്നവരുണ്ട്. ഈ മദ്രസ സഖാഫത്തുൽ ഇസ്ലാമിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് സംഭാവനയും നേർച്ചയും എത്തിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ ഏതൊക്കെ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ എല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ റഹ്മാനെ, ഏറ്റെടുത്ത് പരിഹരിക്കണേ റഹ്മാനെ. റബ്ബേ, രോഗങ്ങളുള്ളവർ ഈ സദസ്സിലുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾ ചെറുതും വലുതുമായതെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സലാമത്ത് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. റബ്ബേ, ഇവിടെ വരുന്നത് കൊണ്ട് ഒരു നിക്കാഹിന് പങ്കെടുക്കാൻ പറ്റിയില്ല, എന്നാൽ നിങ്ങൾ ആ സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചൊരു പ്രവർത്തകരുണ്ട്. അല്ലാഹുവേ, ഇന്നത്തെ ആ നിക്കാഹിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ ആ കുടുംബം നല്ലൊരു കുടുംബമാക്കണേ റഹ്മാനെ. നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന നാഥാ, ഓരോന്നും നിന്നോട് എണ്ണി പറയേണ്ടതില്ല. ഞങ്ങൾ ഇതുവരെ ചോദിച്ചതും ചോദിക്കേണ്ടതുമായ സർവ്വകാര്യങ്ങളും ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ച് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ എല്ലാവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ നീ നിരാശരാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള രാജാവ് നീ മാത്രമല്ലേ, ഞങ്ങൾക്ക് കൈമലർത്താനുള്ള കേന്ദ്രം നിന്നിലേക്ക് മാത്രമല്ലേ. ഞങ്ങൾ നിന്റെ മുന്നിൽ എത്രയും താഴാനും എത്രയും വളരലിനെ കാണിക്കാൻ ഒരുക്കമാണ് അല്ലാ. ചോദിക്കാൻ ഞങ്ങൾ യോഗ്യതല്ലെങ്കിലും നിന്റെ പള്ളിയിൽ വന്ന് നിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിലും നിന്റെ ഹബീബിനെ കൂടെ പരാമർശിച്ച് അവിടുത്തേക്ക് സലാത്തും കൂടെ ചൊല്ലിയിട്ട് ഞങ്ങൾ നീട്ടിയ കൈകളെ നീ ഖൈബാക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.